അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വലൗലാ ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. സൂറത്തു നിസായിലൂടെ അല്ലാഹ് പരിചയപ്പെടുത്തുകയാ വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അല്ലാഹുവിന്റെ കരുണാ കടാക്ഷം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ലത്തബഅതുമുശ് ശൈത്താൻ, നിങ്ങൾ ശൈത്താനെ പിൻപറ്റുമായിരുന്നു. അപ്പോൾ ശൈത്താനെ പിൻപറ്റാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ ശൈത്താനോട് പോരടിച്ച് നിൽക്കലല്ല, കഴിയൂല. ആ ശൈത്താൻ ശക്തനാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരൊറ്റ വഴിയാണ്, അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങുക. പടച്ചവരിലേക്ക് നമ്മളങ്ങ് മടങ്ങലല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തീരുമാനിച്ചോ, മടക്കം അല്ലാഹുവിലേക്ക്. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, കോട്ടുവാവിടുന്ന സമയത്ത് പോലും നീ പറയേണ്ടത് എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവനോട്, അല്ലാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ തേടല. അതുകൊണ്ട് ഏത് കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ പറയേണ്ടത് എങ്ങനെയാ? അതുകൊണ്ടാണ് ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ആ വിഷയം വരുന്നുണ്ട്. തന്റെ ഭാര്യയെ സമീപിക്കും പറയുന്നത് എന്താ? അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ശാരീരിക ബന്ധത്തിൽ ഞങ്ങൾ ഏർപ്പെടുകയാണ്. ഈ ബന്ധത്തിൽ പിശാചിനെ അകറ്റി നിർത്തണേ അല്ലാ. അതുപോലെ ഇതിലുണ്ടാകുന്ന കുഞ്ഞിൽ നിന്ന് നീ പിശാചിനെ അകറ്റി നിർത്തണേ അല്ലാ. ഇത് ദുആ ചെയ്യൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? അതിലുണ്ടാകുന്ന കുഞ്ഞ് സാലിഹാകണമെങ്കിൽ അതേ വഴിയുള്ളൂ. അതല്ലാതെ പ്രസവിച്ചതിന് ശേഷം ഏത് നൂലോര് കെട്ടിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് വാപ്പ ഉമ്മ തീരുമാനിക്കുന്ന സമയത്ത്, ആ ശാരീരിക ബന്ധപ്പെടുന്ന സമയത്ത് നീ നിന്റെ ഭാര്യയും ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ. പടച്ചവരെ, ഞങ്ങളെ ഈ ബന്ധപ്പെടലിൽ നിന്ന് ശൈത്താനെ അകറ്റി നിർത്തണേ അല്ലാ. വജന്നിബി ശൈത്താന ഫീമാ റസഖ്തനാ. ഈ ശാരീരിക ബന്ധത്തിൽ നീ ഞങ്ങൾക്ക് തരുന്ന സമ്മാനത്തിൽ ഞങ്ങളുടെ പൊന്നോമനകളിൽ ശൈത്താനെ കടന്നു വരല്ലേ അല്ലാ. ഇതെത്ര പിതാക്കന്മാര് മാതാക്കള് ചൊല്ലിയിട്ടുണ്ട്, എത്ര ഭാര്യ ഭർത്താക്കന്മാര് ചൊല്ലിയിട്ടുണ്ട്. ഇത് ചൊല്ലിയാലാണ് പിശാചവന്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുക. അല്ലാതെ ആ സമയത്ത് പിശാചിനെ ഓട്ടിക്കാൻ നടന്ന കാര്യങ്ങൾ നടക്കൂല. അത് കാണാനും പറ്റൂല. കാരണം അവന് ശത്രുശക്തനാണ്. ശത്രുശക്തനാണ്. യുദ്ധത്തില് ശക്തിയല്ല, ബുദ്ധിക്കാണ് അവിടത്തെ വില. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി ഇടപെടണം. അല്ലാഹുവിനോട് കാവല് തേടണം. വീട്ടിൽ ശൈത്താൻ വന്നിട്ടുണ്ടോ? കാവല് തേടലല്ലാതെ വേറെ വഴിയില്ല. 5 സ്ഥലങ്ങളിൽ ശൈത്താൻ, വീട്ടിൽ 5 സ്ഥലങ്ങളിൽ ശൈത്താൻ ഉണ്ടെന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചോളി. വീട്ടിൽ പോയിട്ട് നോക്കിക്കോ. 5 സ്ഥലങ്ങളിൽ വീട്ടിൽ ശൈത്താൻ ഉണ്ടാകുമെന്നാണ്. ഒന്ന്, അൽ ഫിറാശുല്ലദീ ലാ യനാമു അലൈഹി അഹദുൻ. ആരും കിടക്കാതെ നിവർത്തിയിട്ടിരിക്കുന്ന ബെഡിൽ. മനസ്സിലായോ? രാവിലെ എണീറ്റ് എന്താ ചെയ്യേണ്ടത്? ബെഡ്ഷീറ്റ് മടക്കി വെക്കണം. ബെഡ്ഷീറ്റ്, കിടക്കുന്ന ബെഡ്ഷീറ്റ് മടക്കി വെക്കണം. മെത്ത പിടിച്ച് മടക്കിയിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താക്കാൻ പറ്റൂല. നമ്മൾ മെത്തയുടെ മുകളിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ടല്ലേ കിടക്കുക. രാവിലെ എണീറ്റിട്ട് ആ ബെഡ്ഷീറ്റ് നമ്മൾ മടക്കി വെക്കണം. എന്തുകൊണ്ട്? നമ്മൾ അവിടെ അത് ഉപേക്ഷിച്ചു പോയാൽ അതിൽ പിശാച് കിടന്നുറങ്ങുമെന്നാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂൽ തങ്ങൾ പറഞ്ഞത്, ഫിറാശുൽ റജുലി, ഒരു വിരിപ്പ് അവിടുത്തെ വീട്ടുടമയ്ക്ക്, ഒന്നവന്റെ ഭാര്യയ്ക്ക്, ഒന്ന് അതിഥികൾ വരുമ്പോൾ അവർക്ക്, നാലാമത്തേത് ശൈത്താനുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വീട്ടിൽ എത്ര റൂമുള്ളത്? ഓ അൽഹംദുലില്ലാ, 7-8 റൂമുണ്ട് ഉസ്താദേ. വലിയ സന്തോഷം, അല്ലാഹു തന്നതല്ലേ. ആരൊക്കെയുണ്ട് വീട്ടില്? ഞാനും ഭാര്യയും, വേറെ ആരുമില്ല. മക്കളൊക്കെ കെട്ടിപ്പോയി, ചിലരെ കെട്ടിച്ചു വിട്ട് അവരൊക്കെ അവരുടെ വഴിക്കായി. ഞാനും ഭാര്യയും 7-8 റൂമുണ്ട് അൽഹംദുലില്ലാ. എവിടെ വേണോ നമുക്ക് കിടക്കാം. നീയും നിന്റെ ഭാര്യയും കിടക്കുന്ന റൂം, അല്ലെങ്കിൽ നീയും നിന്റെ കുടുംബം മക്കൾ കിടക്കുന്ന റൂം, അത് കഴിഞ്ഞിട്ട് നിനക്കൊരു അതിഥി വന്നാൽ ആ അതിഥി കിടക്കുന്ന റൂം, അത് കഴിഞ്ഞ് ബാക്കി സ്ഥലങ്ങളിലൊക്കെ പിശാച് കിടക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ.
അതുകൊണ്ട് നമ്മൾ എത്ര റൂമുകൾ പൊക്കുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് കഴിയുന്നത് എന്താണ്? ഉള്ള വിരിപ്പുകൾ മടക്കി വെച്ചിട്ട് നമ്മൾ സൂക്ഷിക്കണം. ശൈത്താൻ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒന്നാമത്തെ സ്ഥലം അതാണ്. ഇനി രണ്ടാമത്തത് എവിടാന്നറിയോ? അസിയാബുൽ മുഅല്ലഖത്തു ഫിത്രത്തി തവീലത്തിൻ ദൂന ലുബ്സിഹാ. ധരിക്കാതെ മാറ്റിയിട്ടിരിക്കുന്ന വസ്ത്രമൊക്കെ അടുക്കി മടക്കി വെക്കണം. അത് പഠിക്കണം. ചെന്നുടനെ ഊരി അങ്ങോട്ടെറിയും, ഒരെണ്ണം ഒന്ന് ഊരി ഇങ്ങോട്ടെറിയും, പിന്നെ ഒരെണ്ണം ഊരി അങ്ങോട്ടെറിയും. അതങ്ങനെ തന്നെ കിടക്കും. നാളെ നേരം വെളുക്കാൻ വേറെ എടുത്തിട്ടുണ്ട് പോകുന്നത്. ഈ ഒഴിവാക്കിയ തുണിയുണ്ടല്ലോ, ആ മടക്കി വെക്കാതെ ഉപയോഗിച്ചിട്ടെടുത്ത് കളഞ്ഞ തുണിയിൽ പിശാച് വസിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു. വിരിച്ചിട്ടിരിക്കുന്ന മുഴുവൻ തുണിയിലും കയറി ശൈത്താൻ ഉറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന്, രാത്രി കിടന്നിട്ട് വിരിപ്പ് മടക്കി വെക്കാത്ത വിരിപ്പ്. രണ്ടാമത്തേത്, ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് വീടുകളിലേക്ക് ഇട്ടിരിക്കുന്ന തുണിത്തരങ്ങൾ. ഇനി മൂന്നാമത്തേത് എന്നറിയോ? ബാത്റൂമിൽ കയറിയ പുറത്തേക്ക് ഇറങ്ങി നന്നായിട്ട് ആ ബാത്റൂമിന്റെ ഡോർ ക്ലോസ് ചെയ്യണം, നന്നായിട്ട് അടയ്ക്കണം. ഇന്നെന്താ വീട്ടിലെ പണ്ടൊക്കെ എന്താ പറയാ? ഈ ബാത്റൂമിൽ പോകുന്നതിന് എന്താ പറയാ? വെളിക്കിരിക്കുന്നല്ലേ? അതൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നു. അപ്പൊ ആരും പോവാതെ വന്നതാ? അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. വെളിക്കിരിക്കുക എന്നാ പറയുന്നത്. എന്നതിന്റെ അർത്ഥം എന്താ? എടാ, അത് പാരമ്പര്യമാണ്. ആയിഷ ബീവിയുടെ മാല നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ആയിഷ ബീവി വെളിക്കിരിക്കാൻ പോയപ്പോഴാണ്. തിരിച്ചു വന്നപ്പോ മാലയില്ല. അത് നോക്കിപ്പോയി. അപ്പോഴാണ് യാത്രാ സംഘം കടന്നുപോയത്. ആയിഷ ബീവി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട്. അപ്പോഴാണ് മാലയുടെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെയാണ് സൂറത്ത് നൂർ ഇറങ്ങുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ബാത്റൂമിൽ വെളിക്കിരിക്കാൻ പോയിട്ട് ഇത് ഏതെങ്കിലുമൊക്കെ എംബോക്കികൾ എടുത്തു വെച്ചിട്ട് നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ കുറെ ഉണ്ടല്ലോ ഇവനെല്ലാം ഇതെടുത്തു വെച്ചിട്ട് ഇങ്ങനെ അലക്കി നിങ്ങൾ എന്താ ചെയ്യുക? വേറെ ഒരു ജോലിക്കും പണിക്കും പോകാതെ നല്ല തണ്ടിയും തടിയൊക്കെ ഉണ്ടല്ലോ, അധ്വാനിച്ചിട്ട് 10 വിരൽ അരങ്ങിയിട്ട് 5 വിരൽ വായിൽ പോകാനും മക്കൾക്ക് ശാപ്പാട് കൊടുക്കാനും കഴിവുണ്ടായിട്ടും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും കൊന്നനം കുത്തിയിട്ട് സോഷ്യൽ മീഡിയയിലെ തമ്പുരാക്കന്മാര് വാണരുളുന്ന ഈ വൃത്തികെട്ട കാലത്ത് ഇതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ല. ചരിത്രം അങ്ങനെയാണ്. ആ കാലഘട്ടത്തില് സഹാബ പ്രിയപ്പെട്ട ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ബാത്റൂമിൽ പോയിട്ട് അഥവാ വെളിക്കിരിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആളുകളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഉമർ തങ്ങൾ ചെന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലാഹുവിനോട് പറയണം ഹിജാബിന്റെ ആയത്ത് ഇറക്കാൻ. ഉമർ തങ്ങളുടെ ആവശ്യപ്രകാരം 10ഓളം വരുന്ന ആയത്തുകൾ ഇറക്കിയതിൽ ഒരു ആയത്ത്, നബിയെ നിങ്ങളുടെ ഭാര്യമാരോട് പെൺമക്കളോടും പറയണം യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, ജിൽബാബിനെ പറ്റിയിട്ടുള്ള ആയത്തുകൾ, മൂട് പണമണിയണമെന്ന ആയത്തുകൾ, ഹിജാബ് ധരിക്കണമെന്ന ആയത്തുകൾ, ബുർഖ ധരിക്കണമെന്ന ആയത്ത് ഇറങ്ങിയത് വെളിക്കിരിക്കാൻ പോയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. പണ്ടുള്ള ആളുകൾ അതുകൊണ്ട് വീട്ടിനകത്ത് ബറക്കത്തുണ്ടായിരുന്നു. ഇതിപ്പോ നേരെ കയറി വരുമ്പോ ഹാളിൽ 2 എണ്ണം, റൂമിനകത്ത് 1 എണ്ണം, അടുക്കള നിൽക്കുമ്പോ പെട്ടെന്നെങ്ങാനും പോകണം തോന്നിയാലോ ആളിരുന്നാലോ അതുകൊണ്ട് അടുക്കളക്കകത്ത് 1 എണ്ണം, ഇനി സ്റ്റോറിൽ നിൽക്കുമ്പോ അരി അളന്നോണ്ടിരിക്കുമ്പോ പോകണം തോന്നിയാലോ അതിനകത്ത് 1 എണ്ണം. വീടിന്റെ 4 ചുവരിന്റെ ഇടയിൽ 10ഉം 20ഉം ബാത്റൂം. അപ്പൊ നമ്മൾ കിടക്കുന്ന റൂമിനേക്കാൾ പിശാചിന്റെ വീട് കെട്ടിക്കൊടുത്തു. ഇത് പിശാചിന്റെ വീടാ. അതുകൊണ്ടാണ് ബാത്റൂമിൽ നമ്മൾ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബാഇദി. പടച്ചവനെ, ഇത് ശൈത്താന്റെ വീട്ടിലേക്ക് ഞാൻ കയറുന്നത്. ഇബ്രാഹിം അദ്ഹമുൽ ഖുറാസാൻ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് ആഗ്രഹം വന്നപ്പോ വഴിയരികിൽ പൊതു ബാത്റൂം ഉണ്ട്. അതിനകത്തോട്ട് കയറാൻ വേണ്ടി മൂപ്പരം കൊണ്ട് ചെല്ലുമ്പോൾ അതിന്റെ മുന്നിൽ കസേരയിട്ട ഒരാൾ ഇരിപ്പുണ്ട്. പൈസ തന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടിട്ടില്ലേ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ പൈസ തന്നിട്ട് കയറാൻ പറഞ്ഞു. മൂപ്പര ഒരൊറ്റ കരച്ചില.
അയാൾക്ക് മനസ്സിലായി. അയാൾ പറഞ്ഞു കേറിക്കോ, കരയൊന്നും വേണ്ട, പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാ മതി, കാര്യം നടക്കട്ടെ. മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അത്രയും അത്യാവശ്യമുള്ളത് കൊണ്ടല്ല, ഞാൻ ചിന്തിച്ചത് ഇത് ശൈത്താന്റെ വീടാണ്, ശൈത്താന്റെ വീട്ടിൽ കയറുന്നതിന് പൈസ കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ വീടാകുന്ന സ്വർഗ്ഗലോകത്ത് കയറുന്നതിന് എത്ര കോടി കൊടുത്താൽ മതിയാകും, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കരഞ്ഞു പോയതാ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ദേഹം ഖുറാസാൻ റളിയല്ലാഹു അൻഹുവിന്റെ പറച്ചിൽ കേട്ട് നോക്കൂ സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിന്. ശൈത്താന്റെ വീടാണ് ബാത്റൂമുകൾ. ഇന്ന് വീട്ടിനകത്ത് ബാത്റൂം കൂടിയപ്പോ എന്താ സംഭവിക്കുക? വീട്ടിന്റെ ഉള്ള ബറക്കത്തും പോയി. അൽ ഹമാം, ശൈത്താൻ വീട്ടിലുള്ള സ്ഥലങ്ങളിൽ മൂന്നാമത്തേത് അൽ ഹമാം എന്ന് പറഞ്ഞാൽ ബാത്റൂമുകളാണ്, ടോയ്ലറ്റുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് കയറുമ്പോ പറഞ്ഞുകൊണ്ടേ കയറാവൂ, പടച്ചവനെ. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്താ പറയുന്നത്? നമ്മൾ ആരും ബാത്റൂമിൽ കയറുന്നത് കള്ളുടിക്കാനല്ലല്ലോ, ബാത്റൂമിൽ കയറുന്നത് വ്യഭിചരിക്കാനല്ലല്ലോ, ബാത്റൂമിൽ കയറുന്നത് തെറ്റുകൾ ചെയ്യാനല്ലല്ലോ. നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്താ പറയുന്നത്? ഉഫ്രാനക അൽഹംദുലില്ലാ, ഉഫ്രാനക, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുക തമ്പുരാനെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിനകത്ത് നമ്മൾ വേറെ ചീട്ട് കളിക്കാൻ കയറിയാണോ? അല്ലല്ലോ. നമ്മൾ അതിനകത്ത് കയറിയ എന്തിനാണ്? ശൈത്താന്റെ വീടാ. കയറിയപ്പോ എന്തെങ്കിലും ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയാ. അല്ലതി അദ്ഹബ അന്നി അല്ലാദ വഅഫാനി, എന്റെ വയറിന്റെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും മാറ്റി തന്ന റബ്ബേ, നിനക്ക് സർവസ്തുതി. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത് വീട്ടിൽ ശൈത്താനുള്ള സ്ഥലം ബാത്റൂമാണ്. ഇനി നാലാമത്തേത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തദ്ഖുലുൽ മലായികതു ബൈതൻ ഫീഹി കൽബുൻ വലാ തമാസീൽ. രൂപങ്ങളും പട്ടിയുമുള്ള വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരൂല. രൂപങ്ങളും എന്ന് പറഞ്ഞാൽ ഏത് രൂപമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതായത് മുജസ്സമായ രൂപങ്ങളുള്ള, നമ്മളിപ്പോ ചില ആളുകളൊക്കെ ഇങ്ങനെ വരച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുമല്ലോ വീടുകളിൽ, മുജസ്സം, ജിസ്മുള്ള മഹാരഥന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാര് ഇതിനെയും എതിർത്തിട്ടുണ്ട്. ഏത്? പ്രാവ് തൂറാൻ വേണ്ടി നമ്മളൊക്കെ ഫോട്ടോ കൊണ്ട് വയ്ക്കൂലേ അവളോടൊക്കെ, അതിനെയും എതിർത്തിട്ടുണ്ട്. സൂഫിയാക്കളായ പണ്ഡിതന്മാർ, സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ. മുജസ്സമായ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ജിസ്മുള്ള എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയാൽ മനുഷ്യനെ കണക്കിരിക്കും. ഒരു ബിംബം മാതിരി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട്ടില് ഭർത്താവ് ഗൾഫിൽ പോയി, അങ്ങനെ ആരോ ഒരാള് ഭർത്താവിനെ ഉണ്ടാക്കി കൊടുത്തെന്നും രാവിലെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല. രൂപങ്ങളുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല. ഇനി അഞ്ചാമതൊരു കാര്യം കൂടി വീട്ടിൽ ബറക്ക റഹ്മത്തിന്റെ മലക്ക്, അഞ്ചാമതൊരു സ്ഥലത്ത് കൂടി ശൈത്താൻ വരുന്നുണ്ട്. അതെവിടെയെന്നറിയോ? മകാനു ഇശ്ആലിന്നാ. അത് പെങ്ങന്മാര് അടിവരയിട്ട് കേൾക്കണേ, തീ കത്തിക്കുന്ന സ്ഥലങ്ങളിൽ പിശാചുണ്ടെന്നാണ്. കാരണം ശൈത്താനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? തീ കൊണ്ടാണ്. അവന് തീ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ തീ കെടുത്തുന്ന, തീ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പിശാച് വരും. അതുകൊണ്ട് നിങ്ങൾ ആ സമയത്തൊക്കെ അടുപ്പിന് തീ കത്തിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് പറയാതെ സ്റ്റൗ കത്തിക്കല്ലേ. അത് എന്താണെങ്കിലും നിങ്ങളൊരു തീ കത്തിക്കുമ്പോൾ, ഒരു തീപ്പെട്ടി വരയ്ക്കുമ്പോൾ, ഒരു ലൈറ്റർ കത്തിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് വേണം അത് ചെയ്യാൻ. എന്തുകൊണ്ടെന്നറിയോ? ആ സ്ഥലത്ത് ശൈത്താൻ ഹാജരാകുമെന്നാണ്. കാരണം ശൈത്താനെ സൃഷ്ടിച്ചിട്ടുള്ളത് തീ കൊണ്ടാണ്. ആ തീ അവന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് തീയുള്ള സ്ഥലത്തും ശൈത്താൻ വീട്ടിൽ വരുമെന്നാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ബിസ്മി ചൊല്ലണം. അതുപോലെ തന്നെ ആ കഴിക്കുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലണം. അന്ന് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് കാവൽ തേടിയിട്ട് അല്ലാഹുവിന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കലല്ലാതെ പിശാചിനെ ഒഴിവാക്കാൻ വേറെ നിർവാഹമൊന്നുമില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മൾ ഏത് സമയത്തും പറയുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്ത് വസ്വാസ് വന്നാലും അങ്ങനെ ചൊല്ലിക്കോ. വീട്ടിലേക്ക് കയറി നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ വയല് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ അവിടെ ശൈത്താനുണ്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ.
വീട്ടിനകത്ത് ശൈത്താനുണ്ട്. നമ്മൾ കേറുമ്പോൾ എന്ത് പറഞ്ഞ് കേറണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല റജുലുൽ ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി വഇൻദ തഹാമിഹി വഇൻദ തആമിഹി. കേറുമ്പോഴും കഴിക്കാൻ നേരത്തും നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ബിസ്മി ചൊല്ലി കഴിഞ്ഞാൽ ശൈത്താൻ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് ശൈത്താന്മാരോട് പറയും, ലാ മബീത ലക്കും വലാ അശാ. എടാ, ഇന്ന് ഇവിടെ ഫുഡും അക്കോമഡേഷനും ഒന്നുമില്ല, ഇന്ന് നമുക്ക് കിടക്കാനും സ്ഥലമില്ല, കുടിക്കാനും ഒരു തുള്ളി വെള്ളം ഇവിടെ നിന്ന് കിട്ടൂല. ശൈത്താൻ പറയുന്നത് കേറുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ് വീട്ടിലോട്ട് കേറ്. അതോടെ ശൈത്താൻ അവിടെ ഇരിക്കുന്ന കുട്ടിപ്പിശാചുക്കളോട് പറയും, ഇത് ഹദീസാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വഹീഹ് മുസ്ലിമിലുള്ളതാണ്, ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന മുസ്ലിമിലെ ഹദീസാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലി കയറിക്കോ. അപ്പൊ ശൈത്താൻ മറ്റ് ശൈത്താന്മാരോട് പറയും, കൂടെ ഇരിക്കുന്ന കുട്ടി ശൈത്താന്മാരോട് പറയും, എടാ, ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റൂല, കാരണം അവൻ കയറിയപ്പോ ബിസ്മി ചൊല്ലിയിരിക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കൂലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂലേ, ആ സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ശൈത്താൻ പറയും, എടാ, ഇവിടെ കിടക്കാൻ സ്ഥലമില്ല, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് കരുതിയാൽ ഇന്ന് ഭക്ഷണവും ഇല്ല, കാരണം അവൻ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. നമുക്ക് കിടക്കാൻ സൗകര്യം ഇല്ല, കഴിക്കാൻ ഭക്ഷണവും ഇല്ല. ഇനി ഏതെങ്കിലും ഒന്ന് വിട്ടുപോയി എന്നിരിക്കട്ടെ, ഏത് ബിസ്മിയിൽ കേറി, പക്ഷെ കഴിക്കാൻ നേരത്തെ അതൊന്നും ഓർത്തില്ല, കാരണം ആക്രാന്തം കൊണ്ട് പെട്ടെന്നങ്ങ് തിന്നാൽ ശൈത്താൻ കുട്ടി ശൈത്താന്മാരുടെ പറയും, എടാ, ഇന്ന് കിടക്കാൻ പറ്റൂല, പക്ഷെ നമുക്ക് ഫുഡ് ഇവിടെ ഉണ്ട്, ഇന്ന് കഴിക്കാൻ ഭക്ഷണം ഇവിടെ ഉണ്ട്. ഇനി ചില ആളുകൾ ഓടി കയറും വീട്ടിലേക്ക് ബിസ്മി ചൊല്ലാതെ, കഴിക്കുന്ന നേരത്ത് കൃത്യമായി ബിസ്മി ചൊല്ലി. എന്താ പറയുന്നത്? അവൻ പറയും, എടാ, ഇന്നിവിടെ കഴിക്കാൻ നമുക്കൊന്നും കിട്ടൂല, എവിടെന്നെങ്കിലും കഴിച്ചിട്ട് വരാം, ഇവിടെ കിടക്കാൻ അവസരമുണ്ട്, കാരണം അവൻ കേറിയപ്പോ ബിസ്മി ചൊല്ലി, കഴിച്ചപ്പോ ബിസ്മി ചൊല്ലിയില്ല. ബിസ്മി ചൊല്ലി, കാരണം കഴിക്കാൻ ഇനി അവനൊന്നും കിട്ടില്ല. ഇത് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അത് നീട്ടിപ്പരത്തി കൊണ്ടുപോകുന്നില്ല. ഒന്ന്, നഷ്ടവാളികളിൽ വ്യക്തമായ നഷ്ടം വന്നവരെന്ന് പറഞ്ഞതിൽ ഒന്നാമത്തേത് അള്ളാഹ് പറഞ്ഞത് പിശാചിനെ വലിയാക്കി സംരക്ഷകനാക്കി ജീവിക്കുന്നവനാ. ഇനി രണ്ടാമത്തേത് ഏതെന്നറിയോ? അള്ളാഹു പറയുകയാണ്, من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലാണ് ഈ ആയത്തുള്ളത്. അല്ലാഹ് പറയുകയാണ്, ചില ആളുകളുണ്ട്, അവര് അല്ലാഹുവിനെ ആരാധിക്കുന്നത് അരികിലിരുന്നാണ്. അരികിലിരുന്ന് ആരാധിക്കുന്നവർ അലാ ഹറഫ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും പിഴ ഇങ്ങോട്ടും പിഴ. അങ്ങനെ അല്ലാഹ് ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. അവരാരാ? അല്ലാഹ് എന്നിട്ട് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തരിക, ഏത് നന്മകൾ അവന് വന്നാൽ അവന്റെ ഭാര്യയ്ക്ക് നല്ല ആരോഗ്യമാണ്, അവന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമാണ്, അവന് കച്ചവടത്തിൽ നല്ല ലാഭമുണ്ട്, അവന്റെ വീട്ടിലെന്നും സന്തോഷമാണ്. അങ്ങനെയായ അവൻ അതിൽ നിർവൃതി അടയുന്നവനാ, അവൻ അതിൽ സന്തുഷ്ടനാണ്, സന്തോഷവാനാ. ഇനി ഏതെങ്കിലും ഒരു വിപത്ത് അല്ലാഹു അവന് കൊടുത്തെന്നിരിക്കട്ടെ, അവനാകെ മൂഡ് ഔട്ട് ആകുന്നു, അവനാകെ മൂഡ് ഓഫ് ആകുന്നു, അവൻ മുഖം തിരിഞ്ഞ് നടക്കുകയാണ്. എന്നെ മാത്രം എന്തിനാണ് പടച്ചവൻ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്തിനാണ് എന്റെ വീട്ടിൽ മാത്രം എന്തേ പരീക്ഷണങ്ങൾ അല്ലാഹു ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്? അല്ലാഹ് പറയുകയാണ്, ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. സ്പഷ്ടമായ നഷ്ടം ബാധിച്ചവനിൽ രണ്ടാമൻ അവന് തന്നെയാ, അവന് തന്നെയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആനന്ദം വരുമ്പോ അല്ലാഹുവിനെ ആരാധിക്കുകയോ നഷ്ടം വരുന്ന സമയങ്ങളിൽ അല്ലാഹുവിനോട് കഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്യുന്നവരായി നമ്മൾ മാറല്ലേ പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും നമുക്ക് അല്ലാഹുവുണ്ട്, ഏത് സമയത്തും നമുക്ക് പടച്ചവനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുഅ്മിനൊരു വിപത്ത് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോൾ അവന്റെ സ്വഭാവം ഏതെന്നറിയോ? ആദ്യം വരുന്ന കതിര് പോലെയാണ്. ആദ്യം വരുന്ന കതിര് പോലെ, ആദ്യത്തെ കതിര് പോലെ. പാടത്ത് നെൽക്കതിരുകൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പൂത്തുലഞ്ഞു കിടക്കുന്ന നെൽക്കതിരുകൾ. അതെങ്ങനെയാണ്? ഒരു കാറ്റങ്ങോട്ട് അടിക്കുമ്പോ ഇതെല്ലാം കൂടി ഒരു സൈഡിലേക്ക് പോകും. കാറ്റ് മാറുമ്പോഴോ പതുക്കെ 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 അതിങ്ങനെ നിവർന്നു വരും അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മസലുൽ മുഅ്മിനി കൽ ഖാമത്തി മിനസ് സറഅ്, കൃഷിയിടത്തിന്റെ പ്രഥമ തണ്ട് പോലെയാണ് മുഅ്മിനായ മനുഷ്യന്റെ വിപത്ത് വരുമ്പോൾ. ഒരു രോഗം വന്നാൽ അവൻ ശരീരമൊക്കെ തളർന്ന് വല്ലാത്തൊരവസ്ഥ. രോഗം അങ്ങോട്ട് മാറുമ്പോൾ അവൻ ഇതിനിടയിൽ കുറ്റപ്പെടുത്തല ഒന്നുമില്ല. എന്ത് വിപത്ത് വന്നാലും അവന് അതിന്റെ പരിഹാരം കാണും. അത് കഴിഞ്ഞിട്ട് അവൻ നിവർന്ന് നിൽക്കും, യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ സത്യനിഷേധികൾ എങ്ങനെയാണ്? ഉള്ളിൽ ഈമാനില്ലാത്തവരെങ്ങനെയാണ്? ഖൽബിലെ നൂറ് കണക്കാത്തവരെങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കൽ അർസതി, പന പോലെയാണ്. പന പോലെ. കാറ്റടിച്ച പന കുലുങ്ങോ? ഇല്ല. അതുകൊണ്ടാ പറയുന്ന പകയന്മാരെ പടച്ചോ പന പോലെ വളർത്തുന്നു. ഒരു കാറ്റടിച്ചാല്, കൊടുങ്കാറ്റടിച്ചാലും ഇങ്ങനെ തന്നെ നിൽക്കും പന, അനങ്ങൂല, ചലിക്കൂല. അതേസമയം നെൽപ്പാടങ്ങളിലെ ആ നെൽക്കതിരുകൾ ഇങ്ങനെ ആടി ഒലയും. പക്ഷേ അത് കുറച്ചു നേരം കഴിയുമ്പോൾ നിവർന്ന് നിൽക്കും. പന എത്ര കൊടുങ്കാറ്റടിച്ചാലും അങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ ഒരു വലിയ കൊടുങ്കാറ്റടിച്ചു വീശി അതിന്റെ കടപുഴകി വീണുപോയാൽ പിന്നെ അത് നൂന്നു വരൂല, നിവർന്നു വരൂല. അത് അപ്പാടെ വീണ് കിടക്കുന്ന തടിക്കഷ്ണം പോലെ, ചാരി വെച്ച മരത്തടി പോലെ അതങ്ങനെ ആയി പോകും. അതാണ് ഈമാൻ ഖൽബിലില്ലാത്തവന്റെ ഉദാഹരണം. നമ്മളാരാ? വിഷമം വരും, വീണ്ടും സടകുടഞ്ഞെഴുന്നേക്കും, വീണ്ടും അല്ലാഹുവിനെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ്, ആഫിയത്തോടെ പള്ളിയിൽ രോഗം വന്നു, വീട്ടിൽ പോയി കിടന്നു, ആശുപത്രിയിൽ പോയി മരുന്ന് വെച്ചു, തിരിച്ചു വന്നു, അൽഹംദുലില്ലാഹ് അസുഖം കുറഞ്ഞു, വീണ്ടും പള്ളിയിൽ വരും. വീണ്ടും അവൻ അസുഖം കൊടുക്കും, വീണ്ടും ആശുപത്രിയിൽ പോയി കുറച്ച് ദിവസം കിടക്കും, മരുന്ന് കഴിക്കും, പനി മാറും, വീണ്ടും പള്ളിയിൽ വരും. നെൽക്കതിര് പോലെ. ചില ആളുകൾക്ക് അങ്ങനല്ല, ഖൽബിൽ ഈമാനില്ല. കണ്ടിട്ടില്ലേ? ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ പാടുപെടുന്ന കോടാനുകോടി ജനവിഭാഗങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് 5 സ്റ്റാർ ഹോട്ടലുകളുടെ മുമ്പിൽ അവരുടെ ഭിക്ഷാപാത്രം നീട്ടിക്കിട്ടി യാചിക്കുമ്പോൾ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ തങ്ങളുടെ ജീവിതത്തിന്റെ വരുമാന മാർഗമാകുന്ന ഒരു പശുവിനെയോ ഒരു മൃഗത്തെയോ അതിനെ പരിപാലിച്ച് ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ട സഹോദരങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, അതേ മൃഗത്തിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന കാപാലികന്മാർ, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് അല്ലാഹു ഇങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അവനൊക്കെ പന പോലെയാണ്, പന പോലെയാണ്, വീഴൂല. അടുത്തൊന്നും ഇവനൊന്നും വീഴൂല. വീഴുന്നത് മുഴുവനും പാവപ്പെട്ട ആദ്യത്തെ കൃഷിപ്പാടത്തിന്റെ ആദ്യത്തെ പ്രഥമ തണ്ട് പോലെ ഈ മുസ്ലിം ഉമ്മത്താണ് തളർന്നു വീഴുന്നത്. വീണ്ടും അവർ മെച്ചപ്പെടും, വീണ്ടും വീഴും, വീണ്ടും മെച്ചപ്പെടും, വീണ്ടും വീഴും. പക്ഷേ പന പോലെ പിടിച്ചു നിൽക്കുന്ന കുഫാറുകൾ, സത്യനിഷേധികൾ, ഖൽബിൽ ഈമാനില്ലാത്തവർ, അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്തെന്നറിയോ? പന ഒരു വലിയ വീഴ്ച അങ്ങ് വീണ്ടും കടപുഴകി. ആ വീഴ്ചയിൽ പിന്നെ നിവരാൻ അവർക്ക് കഴിയില്ല. ഇത് തിരിച്ചറിയുന്ന ഒരാൾക്ക് അല്ലാഹുവിനെ അരികിലിരുന്ന് ഇബാദത്തെടുക്കേണ്ട അവസ്ഥ വരില്ല. നമ്മൾ എന്തു വേണം? ഈമാൻ ഉണ്ടെങ്കിൽ. സഹോദരിമാരെ കേട്ടോളി, നിങ്ങളെ പോലത്തെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആരാണ്? ഹൻസ എന്ന പേരുള്ള ഒരു സഹോദരി. ആരാണ് ഹൻസ? ഹൻസാക്ക് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന്റെ പേര് സഖർ എന്നാണ്. സഖർ എന്ന സഹോദരനോടൊപ്പം കളിക്കൂട്ടുകാരിയായി ജീവിതത്തിന്റെ ബാല്യകാലങ്ങളിൽ ഓടി നടന്ന സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ആ പാവപ്പെട്ട സഖർ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോയി. ഹൻസ എന്ന പാവപ്പെട്ട പൊന്നുമോക്ക് സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ കളിക്കൂട്ടുകാരിയെ
കൂട്ടുകാരനായ തന്റെ സഹോദരന് മരണപ്പെട്ടു പോയി. ഉമ്മ രണ്ടാണെങ്കിലും വാപ്പ ഒന്നാണ്. ആ സഖറിന്റെ മരണം വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഹൻസയെ. ആ ഹൻസയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഹൻസ ഓരോ ദിവസവും ഭ്രാന്തിയെ പോലെ പാട്ട് എഴുതാൻ തുടങ്ങി. കവിത എഴുതി തന്റെ സഹോദരന് വേണ്ടി കവിത എഴുതുകയാ. എങ്ങനെയാണ് സ്വന്തം സഹോദരൻ മരണപ്പെടുമ്പോൾ സഹിക്കുക? ആ പ്രിയപ്പെട്ട സഹോദരി വളർന്നു യുവതിയായി. ആ യുവതിയായ ഹൻസായുടെ കൽബിലേക്ക് ഈമാൻ കടന്നു. ആ ഹൻസ സഹാബിയത്തായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുകയാ. ആ പ്രിയപ്പെട്ട ഹൻസ എന്ന സഹോദരിക്ക് എന്താ പിന്നീട് സംഭവിച്ചതെന്നറിയോ? ഹൻസാക്ക് 4 ആൺമക്കളെ അല്ലാഹു കൊടുത്തു. ആ 4 ആൺമക്കളെയും നല്ലപോലെ പഠിപ്പിച്ചു വലുതാക്കുകയാ. മതബോധം കൊടുത്ത് ദീനീ ബോധം കൊടുത്ത് വളർത്തിക്കൊണ്ടുവരികയാ. അവസാന ഖാദിസിയ യുദ്ധം നടക്കുന്ന സമയത്ത് ഹൻസാ ബീവി ചിന്തിക്കുകയാണ്, എനിക്ക് ദീനിന് എന്ത് കൊടുക്കാൻ കഴിയും? എനിക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഹൻസ ചിന്തിക്കുകയാണ്, 4 ആൺമക്കളുണ്ടല്ലോ. ആൺമക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, പൊന്നുമക്കളെ, വാപ്പയെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങളുടെ വാപ്പയെ ഞാൻ ചതിച്ചിട്ടില്ല. പൊന്നുമക്കളെ, മാഹിന്ദു അബാക്കും, നിങ്ങളുടെ വാപ്പയെ ഞാൻ ചതിച്ചിട്ട് മറ്റൊരാളോടൊപ്പം കിടപ്പറവം കിട്ടിട്ടില്ല. നിങ്ങൾ 4 പേരും ഒരു വാപ്പയുടെ മക്കളെ തന്നെയാ. ഈ ഉമ്മ പറയട്ടെ, നിങ്ങൾ നല്ലതുപോലെ കുളിച്ചു വരുവോ? ആ കുളി എന്ന് പറയുന്നത് മയ്യത്ത് കുളിയാക്കണേ പൊന്നുമക്കളെ. മയ്യത്ത് കുളിക്കും പോലെ കുളിച്ചിട്ട് വരണേ. എന്നിട്ട് നിങ്ങൾ നല്ല നിലയിൽ അപ്പുറത്തേക്കണേ പൊന്നുമക്കളെ, സുഗന്ധം പൂഷണേ. എന്നിട്ട് നിങ്ങൾ യുദ്ധത്തിനു വേണ്ടി നിങ്ങൾ ഉടുക്കേണ്ട വസ്ത്രം രണാകണത്തിലേക്ക് ഇറങ്ങുമ്പോ ഉടുക്കേണ്ടത് കഫൻ പുടവയാ. ആ കഫൻ പുടവ ധരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ രണാകണത്തിലേക്ക് ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി പോകേണ്ടത്. അങ്ങനെ ആ പൊന്നുമക്കൾ 4 പേരും നന്നായിട്ട് കുളിച്ചു, നല്ല നിലയിൽ വസ്ത്രം ധരിച്ചു, നന്നായിട്ട് അപ്പുറം പൂശിയിട്ട് കഫൻ പുടവ ധരിച്ചുകൊണ്ട് പൊന്നുമക്കളെ രണാകണത്തിലേക്ക് ഇറങ്ങുകയാ. ഹൻസാ ബീവി റളിയല്ലാഹു അൻഹ ദുആരക്കുന്നു, പടച്ചവനേ, നിന്റെ ദീനിന് ഒരു പെണ്ണായ എനിക്ക് സമർപ്പിക്കാൻ എന്റെ ശരീരം പറ്റൂലല്ലോ. എന്റെ സമയം നിനക്ക് വേണ്ടി ഞാൻ പരമാവധി തന്നല്ലോ. എന്റെ 4 മക്കളെയും ഇതാ ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി ഞാൻ ഇറക്കി വിടുകയാ. എന്റെ പൊന്നുമക്കളെ, ഒരിക്കലും നീ തിരിച്ചയക്കല്ലേ തമ്പുരാനെ. എന്റെ പൊന്നുമക്കളെ നീ രണാകണത്തിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരല്ലേ തമ്പുരാനെ. ഇത് പറഞ്ഞിട്ട് പടച്ചവന്റെ മുന്നിൽ കരങ്ങളെ നീട്ടിയ ഹൻസ ആ 4 മക്കളും രണാകണത്തിൽ ഇറങ്ങിയിട്ട് പോരാടുകയാ. അങ്ങനെ ഖാദിസിയ യുദ്ധത്തിൽ 4 മക്കളും രക്തസാക്ഷികളാവുകയാ. ഈ വിവരം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര് വന്ന് ഹൻസാ ബീവിയോട് പറയുന്നു, ഹൻസ, നിന്റെ 4 മക്കളും രക്തസാക്ഷികളായിരിക്കുകയാ. അല്ലാഹുവിനോട് ശുക്ർ രേഖപ്പെടുത്തുന്ന ഹൻസ പറയുന്നു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ, 4 പൊന്നുമക്കളുടെ ഉമ്മ രക്തസാക്ഷികളായ മക്കളുടെ ഉമ്മയെന്ന പദവി അത് എനിക്ക് നീ തന്നല്ലോ റബ്ബേ, അതെനിക്ക് നീ തന്നല്ലോ തമ്പുരാനെ. ഹൻസാ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നുമക്കളെ രക്തസാക്ഷികളായതിന്റെ പേരിൽ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുകയാണ്, സ്തുതിക്കുകയാ. എന്തുകൊണ്ട്? തന്റെ ബാല്യകാലത്തിലെ സഖർ എന്ന് പറയുന്ന സഹോദരൻ നഷ്ടപ്പെട്ടപ്പോൾ മരിച്ചുപോയ തന്റെ സഹോദരന്റെ പേരിൽ, പ്രേമത്തിന്റെ പേരിൽ, ഇഷ്കിന്റെ പേരിൽ, ഹബ്ബിന്റെ പേരിൽ, ഇഷ്ടത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ കവിതകൾ എഴുതി രാത്രികാലങ്ങളിൽ ഭ്രാന്തിയെ പോലെ കഴിഞ്ഞ ആ പ്രിയപ്പെട്ട ഹൻസ എന്തുകൊണ്ടാണ് 4 പൊന്നുമക്കളെ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ട് ആ മക്കളെ രക്തസാക്ഷികളാക്കാൻ വേണ്ടി ദുആ ചെയ്തതിന്റെ പേരിലാ. ബാല്യകാലത്ത് ഹൻസക്കില്ലാത്ത ഒന്ന് ഇപ്പൊ ഹൻസയുടെ കൽബിലുണ്ട്. ആ കൽബിലുള്ളത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല. തുർക്കിയിലും സിറിയയിലും എന്റെ പ്രിയപ്പെട്ടവരെ ഭൂകമ്പം ഉണ്ടായപ്പോ എത്രയോ നില കെട്ടിടപ്പിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന പൊന്നുമോ എന്ന് വിളിച്ചു പറയുമ്പോൾ തുർക്കി സിറിയയുടെ ബോർഡറിലെ ആ വലിയ കോൺക്രീറ്റ് സൗധത്തിന്റെ മുകളിൽ കിടന്ന് തന്റെ പൊന്നുമോന്റെ ശരീരത്തിന്റെ തലയൊഴിച്ചുള്ള ബാക്കി ഭാഗങ്ങളിൽ വലിയ ഭീമാകാരമായ പാറക്കെട്ടുകൾ വന്ന് പതിച്ചപ്പോൾ, കോൺക്രീറ്റ് വസ്തുക്കൾ വന്ന് പതിച്ചപ്പോൾ അതിന്റെ അടിയിൽ പെട്ടുപോയ പൊന്നു
പൊന്നുമോന് രക്ഷപ്പെടാൻ വേണ്ടി അബി അബി വാപ്പാ വാപ്പാ എന്ന് വിളിച്ചപ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ബോധ്യം വന്ന പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞതെന്താണ്? മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ പറഞ്ഞിട്ട് മരിക്കണോ പൊന്നുമോനെ എന്ന് വിളിച്ചു പറഞ്ഞ പിതാവിനെ ഇന്നലെ നമ്മളെ കണ്ടില്ലേ? ഹൻസാ ബീവിയുടെ ബാല്യകാലത്ത് തന്റെ സകലന്ന സഹോദരൻ മരണപ്പെടുമ്പോൾ പ്രേമത്തിന്റെയും ഇഷ്ടത്തിന്റെയും സ്നേഹത്തിന്റെയും കൂടപ്പറപ്പ് നഷ്ടപ്പെട്ടതിന്റെയും വേദന സഹിക്കാൻ കഴിയാതെ കവിതകൾ എഴുതിയിട്ട് ദിനരാത്രങ്ങളിൽ പ്രാന്തികളെ പോലെ മുടിവാരിപ്പിരത്തിട്ട് നടന്ന പെങ്ങൾക്ക് തന്റെ ജീവിതത്തിന്റെ ആകെ സ്വത്തായ 4 മക്കളെയും ഖാദിസിയ യുദ്ധത്തിലേക്ക് പറഞ്ഞുവിട്ട് രക്തസാക്ഷിത്വത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു വരാൻ ആ പൊന്നുമക്കളെ പ്രേരിപ്പിച്ച ഹൻസാക്കുണ്ടായത് എന്തെന്നറിയോ? ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു ഏകനാണെന്ന വിശ്വാസമാ. ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അല്ലാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ ആ ഒരു വലിയ മാറ്റാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ചിന്തിച്ചോ, ഒരു വിശ്വാസി അരികിലും അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കേണ്ടവനല്ല. അവന് ഏത് സന്തോഷത്തിലും ഏത് സന്താപത്തിലും അല്ലദീന യഹ്മിദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാ, സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഏത് ഉയർച്ചയിലും താഴ്ചയിലും ഏത് വാട്ടത്തിലും ഏത് ചാട്ടത്തിലും ഏത് കോട്ടത്തിലും ഏത് നേട്ടത്തിലും അവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനാകണേ. അവന്റെ സുസ്ഥിതിയിലും ദുസ്ഥിതിയിലും അവൻ അല്ലാഹുവിനെ സ്തുതിക്കണേ. അങ്ങനെയാണ് ഇബാദത്ത് എടുക്കേണ്ടത്. അല്ലാതെ സന്തോഷം വരുമ്പോ റബ്ബിനെ താണ വണങ്ങുന്നവന്, ദുഃഖം വരുമ്പോ ഇട്ടെറിഞ്ഞ് പോകുന്നവന് ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അവൻ സ്പഷ്ടമായ നഷ്ടവാളിയാണെന്ന് വിശുദ്ധ ഖുർആൻ. നമുക്കറിയാലോ, മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തികനായിരുന്ന സഖാവ് ലെനിൻ. ആ ലെനിൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികനാണ്. ലെനിൻ കുഷ്ഠരോഗം ക്ഷയരോഗം പിടിപെട്ട് അയാൾ മരണത്തോട് മല്ലിടുന്ന ഘട്ടം നിങ്ങൾ ചിന്തിക്കണം. വളരെ അടിവരകിട്ട് നിങ്ങളെ കേൾക്കണം. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. ലെനിൻ ക്ഷയരോഗം പിടിപെട്ട് മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സഖാവ് സ്റ്റാലിൻ അയാൾക്ക് കത്തെഴുതുകയാണ്. എന്താ കത്തെഴുതുന്നറിയോ? ആ കത്ത് 930 നോബൽ നേടിയ അലക്സാണ്ടർ ബെക്കിന്റെ കളക്ഷനിൽ അത് കണ്ടെത്തുകയുണ്ടായി. 1930 അത് കണ്ടെത്തിയ കത്ത് സഖാവ് ലെനിൻ ക്ഷയരോഗം പിടിപെട്ട് കിടക്കുമ്പോ സഖാവ് സ്റ്റാലിൻ എഴുതിയ കത്ത്. ആ കത്തിൽ എന്താണ് ആവശ്യപ്പെട്ടതെന്നറിയോ? എന്റെ സുഹൃത്തെ, ക്ഷയരോഗം എന്നെ വല്ലാതെ പിടിച്ചുലയ്ക്കുകയാ, സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ ജീവനായ നിന്നോട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഒരു കുപ്പി വിഷമാണ് എനിക്ക് തരണം. അത് കുടിച്ചിട്ട് എനിക്ക് മരിക്കണം. വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ തൊട്ടു മുമ്പത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ മുസ്തഫ സബായി എന്ന പണ്ഡിതൻ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുസ്തഫ സബായി, അദ്ദേഹത്തിനും ക്ഷയരോഗം പിടിപെട്ടു. ആ ക്ഷയരോഗം പിടിപെട്ട് ഒരു പക്ഷം തളർന്നുപോയി. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് മുസ്തഫ സബായി കത്തെഴുതി. ആ കത്തിൽ മുസ്തഫ സബായി പറഞ്ഞത്, എന്റെ സുഹൃത്തെ, 2 വശവും തളർത്താൻ കഴിവുള്ള അല്ലാഹ് എന്റെ ഒരു വശമല്ലേ തളർത്തിയുള്ളൂ. അൽഹംദുലില്ലാഹ്, 2 വശവും തളർത്താൻ കഴിവുണ്ടായിരുന്നല്ലോ. ഒരു വശം തളർത്തിയ പടച്ചവനെ ഞാൻ സ്തുതിക്കുകയാണ്. സഖാവ് ലെനിൻ ഇല്ലാത്ത എന്നാ മുസ്തഫ സബായിക്ക് ഉണ്ടായത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണ് എന്ന തൗഹീദിന്റെ വിശുദ്ധമായ ആ ഒരു ഉറപ്പാണ് വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിലുണ്ടായത്. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ എന്ത് നഷ്ടം വന്നാലും അൽഹംദുലില്ലാഹ്. ഒരു വലിയ സൂഫിയായ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ ഗുരു ചോദിച്ചു, എടോ, നിനക്ക് ഭക്ഷണം കിട്ടിയാൽ അല്ലെങ്കിൽ കിട്ടാതിരുന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? നിന്റെ റിയാക്ഷൻ, നിന്റെ പ്രതിഫലനം എന്താണ്? ശിഷ്യൻ പറഞ്ഞു, ഉസ്താദേ, കിട്ടിയാ തിന്നും, കിട്ടിയില്ലെങ്കിൽ തിന്നൂല. കിട്ടിയാല് തിന്നും, കിട്ടിയില്ലെങ്കിൽ തിന്നൂല. അതല്ലേ നല്ല സ്വഭാവം?
ശിഷ്യന്റെ ആ സംസാരം കേട്ട മാത്രയിൽ തന്റെ ഗുരുവര്യർ ആ ശിഷ്യനോട് പറഞ്ഞു, എടോ, അത് ഇവിടത്തെ തെരുവിലെ നായ്ക്കൾക്കുമുള്ള സ്വഭാവമാണ്. കിട്ടിയാ തിന്നുക, കിട്ടിയില്ലെങ്കിൽ തിന്നാതിരിക്കുക. നീ ഹൃദയത്തിൽ ഈമാനുള്ളവനാണ്, നിന്റെ പ്രതിഫലനം എന്താണ് അറിയില്ല ഉസ്താദ്. ഉസ്താദ് പറഞ്ഞു കൊടുത്തു, കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, ഇനി കിട്ടിയില്ലെങ്കിലോ അൽഹംദുലില്ലാഹ്. ഷാഫി ഇമാമിന്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ, ജീവിച്ചിരിക്കുമെങ്കിൽ അന്നമുറപ്പ്, മരിച്ചാൽ മണ്ണുറപ്പ്, ജീവിതം രാജകീയം, മനസ്സ് സ്വസ്ഥം. നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് വരണം. ജീവിക്കുമെങ്കിലും ഇൻഷാ അല്ലാഹ് ഭക്ഷണം കിട്ടും. ഇനി കിട്ടാതെ മരിച്ചു പോയാൽ മണ്ണ് കിട്ടും, ഉറപ്പല്ലേ? ജീവിതം രാജകീയമാക്കണം. ഇപ്പോഴും നമ്മൾ ഇതെല്ലാം നമ്മൾ ഇപ്പോഴാണ് നമ്മൾ സുഖിക്കേണ്ടത്, ഇപ്പോഴാണ് സന്തോഷിക്കേണ്ടത്, നമ്മൾ ഹാപ്പിയായി ജീവിക്കേണ്ടത് ഇപ്പോഴാണ്. കാരണം എന്ത് വന്നാലും ഇതിനപ്പുറത്ത് തരാൻ നിനക്ക് കഴിവുണ്ടല്ലോ പടച്ചോനെ, അത് നീ തന്നില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 9 പ്രസവത്തിലും 8ാം മാസത്തിൽ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ തല വലുതായി പോയ ഒരു സഹോദരിയുടെ കഥ ഞാൻ മുമ്പ് ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 8 പ്രസവം നടന്നു. ആ 8 പ്രസവവും 9 പ്രസവം നടന്നു. 8ാം മാസത്തിൽ പ്രസവിക്കും. ആ പ്രസവത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എല്ലാം ഒരുപോലത്തെ കുഞ്ഞുങ്ങൾ, തല വലുതായ കുഞ്ഞുങ്ങൾ, ഉടൽ ചെറുതായ കുഞ്ഞുങ്ങൾ. 8 ദിവസം ജീവിച്ചിരിക്കും, മരിക്കും. അങ്ങനെ 8 മക്കൾ, 9 മക്കൾ. ആ സഹോദരിയോട് എല്ലാവരും പറഞ്ഞു പ്രസവം നിർത്തണം. ആ സഹോദരി പറഞ്ഞു പറ്റൂല. കാരണം ഈ കേരളത്തിലെ ഏറ്റവും ക്ഷമയുള്ള പെണ്ണായി, അള്ളാഹുവിന്റെ മുമ്പിൽ പരീക്ഷണങ്ങളൊന്നായി ഏറ്റെടുത്ത ഒരു പെണ്ണായി എനിക്ക് മാറാൻ എനിക്ക് റബ്ബ് തന്ന ഏറ്റവും വലിയ തൗഫീഖാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഓരോരുത്തർക്കും നമുക്കൊരു പരീക്ഷണവും വന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തുമ്മല് വന്നാൽ മതി, നമ്മൾ ആകെ തളർന്നു പോകുന്നു. ഇന്നലെ ഞാൻ പ്രസംഗിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ പിലാങ്കട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ അവിടെ പോകാൻ വേണ്ടി കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ സെൻട്രൽ ജുമാ മസ്ജിദിൽ അറക്കൽ കുടുംബത്തിന്റെ, അറക്കൽ രാജാക്കന്മാരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പള്ളിയിലെ ഇമാമായിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം വാഹനം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ കണ്ണൂർ സിറ്റിയിൽ നിന്ന് യാത്ര ചെയ്തു പോയി പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കുക, വണ്ടി ഒന്ന് നിർത്തി. ആ നിർത്തിയിട്ട് എന്നോട് ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉസ്താദിന് ഈ സ്ഥലം പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് പെട്ടെന്ന് മൈൻഡ് പോയില്ല. എന്നോട് പറഞ്ഞു, ആ കാണുന്നത് ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന ഈ പീഠത്തിന്റെ ഭാഗം ഒന്ന് ചിന്തിക്കും. ഈ സഹോദരിമാരിൽ അവസാനത്തെ സഹോദരി ഇരിക്കുന്ന അത്രയും ദൂരം, ആ ദൂരത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു അതാണ് ജില്ലാ ഹോസ്പിറ്റൽ, അതാണ് ജില്ലാ ഹോസ്പിറ്റൽ. എന്നിട്ട് പിറകിലോട്ട് ചൂണ്ടിക്കാണിച്ചു. ഒരു 50 മീറ്റർ തൊട്ട് പിറകിൽ, 50 മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ തൊട്ടടുത്ത് ഫയർ സ്റ്റേഷനാണ്. ഫയർ സ്റ്റേഷൻ 50 മീറ്റർ അപ്പുറത്ത്, 100 മീറ്റർ മുമ്പിൽ ആശുപത്രിയുടെ ലേബർ റൂം, 30 കിലോമീറ്റർ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പേറ്റുനോവിന്റെ വേദന വന്നപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വയറ് വേദനിക്കുന്നു, പ്രസവം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വാഹനത്തിൽ കയറ്റിയിട്ട് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. തന്റെ കുടുംബത്തിൽ വീട്ടിലൊരു കുഞ്ഞു വാവ വരുന്നു എന്ന ആ ഒരു സന്തോഷം പങ്കിടാൻ അന്ന് സ്കൂളിൽ പോകാത്ത 4 വയസ്സുള്ള കുഞ്ഞുമോള് അമ്മയും അച്ഛനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അതുപോലെ മോളും കൂടി ഒരു കാറിൽ കയറിയിട്ട് യാത്ര പോകുന്നു. 50 മീറ്റർ പിന്നിട്ടു ഫയർ സ്റ്റേഷനിൽ നിന്ന് നട റോഡിൽ 100 മീറ്റർ അകലെ കണ്ണെത്തുന്ന ദൂരത്ത്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭാഗത്ത് തൊട്ടു മുമ്പിൽ ലേബർ റൂമുണ്ട്. പക്ഷേ ആ പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും ആ കാറിനകത്തിരുന്ന് വെന്തു മരിച്ചു പോവുകയാണ്. കാർ തീപിടിച്ചിട്ട് 50 മീറ്റർ പിറകിൽ ഫയർ സ്റ്റേഷനാണ്.
4 മിനിറ്റ് കൊണ്ട് ഫയർ സ്റ്റേഷൻ ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ പ്രവർത്തകർ അതിന്റെ സകല എഞ്ചിനുമായിട്ട് അവിടെ എത്തി. പക്ഷേ 4 മിനിറ്റ് കൊണ്ടെല്ലാം കത്തി അമർന്നുപോയി. ആ ബോഡി എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തിയ 2-3 വ്യക്തികൾ പറഞ്ഞ വാക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വിവരണാതീതമാണ്. അള്ളാഹു ദുരന്തങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്, എന്തെല്ലാം സങ്കല്പങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരി കുഞ്ഞിന് പേര് പോലും കണ്ടെത്തിയിട്ടുണ്ടാവൂലേ? ചിന്തിച്ചു നോക്ക്. വയറിൽ കിടന്ന് പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ട് ഏതാനും മിനിറ്റുകൾക്കകം പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പൈതലിന്റെ ശരീരത്തിലേക്ക് ചൂട് പിടിച്ചിട്ട് വെന്തെരിഞ്ഞു പോകുന്ന ഒരു രംഗം. പുറത്തിറങ്ങി രക്ഷപ്പെട്ട തന്റെ പിതാവ് തന്റെ പൊന്നുമോള് നിറഗർഭിണിയായ നിറവയറോടുകൂടി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും മരുമകനും ഇരുന്ന് കത്തുന്ന രംഗം കണ്ടിട്ട് പുറത്തുനിന്ന് തലയിൽ കൈവച്ച് നിലവിളിക്കുന്ന പാവപ്പെട്ട സഹോദരൻ. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ദുരന്തങ്ങളായി വരുമ്പോ സിറിയയിലും അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ലേ തുർക്കിയിലും ഉറുദുഖാൻ പറഞ്ഞത് തിരിച്ചു ഒരിക്കലും മരിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പക്ഷേ ഉറുദുഖാൻ അവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത് നഷ്ടപ്പെട്ടു പോയ വീടിനേക്കാൾ നല്ല വീട് നിങ്ങൾക്ക് പണിതു തരും, ഒരു മരം പോയാൽ അവിടെ 10 മരം നിങ്ങൾക്ക് തരും എന്ന് പറയുന്ന ഒരു ഭരണാധികാരി. എന്ത് കിട്ടിയാൽ നമുക്ക് മതിയാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷണങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നത് നമ്മളെ ഒന്ന് നന്നാക്കാൻ വേണ്ടി കിട്ടാൻ. അതുകൊണ്ട് ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങൾ അതിനെ നെഞ്ചുറപ്പോടുകൂടി തന്നെ അതിനെ ഏറ്റവും നല്ല നിലയിൽ തന്നെ നേരിടാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. സന്തോഷം വരുമ്പോൾ അള്ളാഹിനെ സ്തുതിക്കും, ദുഃഖം വരുമ്പോൾ എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നമസ്കാരക്കാരന്റെ നമസ്കാരം കൊണ്ടുവന്ന് മീസാൻ എന്ന തുലാസിൽ വെക്കുകയാ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, 7 കർമ്മ പുസ്തകത്തിൽ നോക്കുകയാണ്. ഇവൻ എത്ര ജുമയുണ്ട്, ഇവൻ എത്ര സുബഹിയുണ്ട്, ഇവൻ എത്ര ലുഹറുണ്ട്, ഇവൻ എത്ര അസറുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് അവന്റെ നമസ്കാരം എടുത്ത് മീസാനിൽ വെച്ച് അളന്ന് നോക്കുകയാ. ഇഖ്ലാസിനെ മാനദണ്ഡമാക്കിയിട്ട്, ഖൗഫിനെയും സൂക്ഷ്മതയും മാനദണ്ഡമാക്കിയിട്ട് അവന്റെ അമലിനെ നമസ്കാരത്തെ അളന്ന് നോക്കിയിട്ട് നിസ്കാരക്കാർക്ക് പ്രതിഫലം കൊടുക്കുകയാ. അടുത്ത നോമ്പുകാരനെ വിളിക്കുകയാണ്. ആ നോമ്പുകാരനെ കൊണ്ട് നിർത്തിയിട്ട് നോമ്പുകാരന്റെ 7 കർമ്മ പുസ്തകത്തിലെ ജീവിതത്തിൽ എത്ര നോമ്പ് പിടിച്ചിട്ടുണ്ട്, എത്ര റമദാന് നോമ്പ് പിടിച്ചിട്ടുണ്ട്, അത് വായിച്ചു നോക്കിയിട്ട് ആ നോമ്പിനെ വെച്ച് മീസാനിൽ അളന്ന് നോക്കുകയാണ്. എന്നിട്ട് അവനും അതനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്നു. ഹജ്ജ് ചെയ്ത മനുഷ്യനെയും കൊണ്ടുവരികയാ. അവന്റെ 7 നോക്കിയിട്ട് എത്ര ഹജ്ജാണ്, എത്ര ഉംറയാ, അതിനെത്ര സൂക്ഷ്മതയുണ്ട്, എത്ര ഇഖ്ലാസ് ഉണ്ടെന്ന് അളവുകോല് വെച്ചിട്ട് മീസാനിൽ വെച്ച് പരിശോധന നടത്തിയിട്ട് അവനും പ്രതിഫലം കൊടുക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ക്യാൻസർ രോഗം പിടിപെട്ടവരുണ്ടല്ലോ, ട്യൂമർ രോഗം പിടിപെട്ടവരുണ്ടല്ലോ, ഒരുപാട് രോഗങ്ങൾ വേട്ടയാടുന്നവരുണ്ടല്ലോ, മരുന്ന് ഭക്ഷണം പോലെ കഴിക്കുന്നവരുണ്ടല്ലോ, ഒരുപാട് രോഗങ്ങൾ കാരണം സങ്കടത്തിലാകുന്ന ഉറക്കമില്ലാത്തവരുണ്ടല്ലോ. അവരുടെ സൽക്കർമ്മങ്ങൾ, അവരുടെ എല്ലാ ഈമാനും ക്ലിയർ ആണെങ്കിൽ അവരുടെ ഈ പരീക്ഷണങ്ങളെ കൊണ്ടുവരികയാ. ആ സമയത്ത് ഒരിക്കൽ പോലും റസൂലുള്ളാഹി പറയുകയാണ്, ലാ യുൻസബു ലഹും മീസാൻ അവർക്ക് വേണ്ടി നാട്ടപ്പെടൂല, വലാ യുൻശറു ലഹും ദീവാ കർമ്മപുസ്തകം അവർക്ക് വേണ്ടി തുറക്കപ്പെടില്ല. എന്നിട്ടോ ഫയവഫൗന ഉജൂറഹും ബിഗൈരി ഹിസാബ്, അല്ലാഹു കണക്ക് നോക്കാതെ കഷ്ടപ്പെട്ടവന് പ്രതിഫലം കൊടുക്കുകയാ. നമസ്കാരക്കാരന് തിട്ടപ്പെടുത്തി പ്രതിഫലം കൊടുക്കുമ്പോ, നോമ്പുകാരന് എണ്ണി നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കുമ്പോ, അല്ലാഹു പരീക്ഷണങ്ങളെ തന്ന ആളുകളുണ്ടല്ലോ,
സങ്കടത്തിലായ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിഫലം കൊടുക്കുന്നത് എണ്ണമറ്റ പ്രതിഫലമാ. അത് അവർണ്ണനീയമാണ്, അവാച്യമാണ്, അതുല്യമാണ്. അത് പ്രിയപ്പെട്ടവരെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹത്താ യതമന്നാ അഹ്ലുൽ ആഫിയ അല്ലൗ കാനൂ ബിമൻസിലതിഹിം മിൻ കസറതി സവാബില്ലാഹ്. ഇവിടെ ഒരു രോഗവും വരാത്തവര്, ഇവിടെ ക്യാൻസറും ട്യൂമറും പ്രഷറും ഷുഗറൊന്നും വരാത്തവര്, നാളെ ആഖിറത്തിൽ അല്ലാഹു അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ ആഗ്രഹിച്ചു പോകും, അല്ലാഹുവേ ദുനിയാവിൽ വെച്ച് ഞങ്ങൾക്കും ആ രോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇന്നേ വരെ തമാശയ്ക്ക് പോലെ കളവ് പറയാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രോഗം വരാൻ കൊതിക്കലല്ല, അതിനുവേണ്ടി ദുആ ചെയ്യലല്ല. അല്ലാഹു ആർക്കെങ്കിലും രോഗം തന്നിട്ടുണ്ടെങ്കിൽ ആ രോഗം ബാധിച്ചവർ അമലുകൾ നിർവഹിച്ചോളീൻ, നിങ്ങൾക്ക് വലിയ പ്രതിഫലം അല്ലാഹു തരുന്നുണ്ട്. ഇന്ന് ആരോഗ്യത്തോടെ കഴിയുന്നവൻ നാളെ റബ്ബിന്റെ മുമ്പിൽ എത്തിയിട്ട് ചിന്തിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, കാനത്ത് അല്ലാഹുവിന്റെ റസൂല് പറയാ, കുരിളത്ത് അവന്റെ ശരീരത്തെ ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് കത്രിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് കൊതിക്കും. അല്ലാഹുവേ എന്റെ ശരീരം മുഴുവനും പീസ് പീസാക്കപ്പെട്ടിരുന്നെങ്കിൽ ദുനിയാവിൽ വെച്ച് എന്ന് ആഖിറത്തിൽ അതിന് പ്രതിഫലം കൊടുക്കുന്നത് കാണുമ്പോ ആഗ്രഹിച്ചു പോകുമെന്നാണ് ഇവിടത്തെ ആഫിയത്തുള്ള ആളുകൾ. അത്രയും വലിയ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഒരിക്കലും നമ്മൾ പതറി അല്ലാഹുവിൽ നിന്ന് അകന്നു പോകണ്ട, കൂടുതൽ അവനിലേക്ക് അടുക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അല്ലാഹു തരുന്നത് എന്തിനാണ്? ഇപ്പോ സാമ്പത്തികമായ നല്ല ലാഭം, കച്ചവടം എന്ന് പറഞ്ഞാൽ പൊടി പിടിച്ച ആളുകൾ കച്ചവടത്തിന് യാതൊരു കുറവുമില്ല, ലാഭം ഇഷ്ടം പോലെ ഉണ്ട്. അവൻ പള്ളി കയറോ? അവരൊരു ആർക്കെങ്കിലും കൊടുക്കുവോ? അവരൊരു സ്വലാപ്പില്ല സമയമുണ്ടോ? അവന് നിസ്കരിക്കാൻ സമയമുണ്ടോ? അവനൊരു കുറച്ച് ഖുർആൻ ഓതാൻ സമയമുണ്ടോ? ഇല്ല. അങ്ങനെ വരുമ്പോ അല്ലാഹു എന്ത് ചെയ്യും? ഒരു ചെറിയ ഡിമ്മ് കൊടുക്കും. കച്ചവടം പൊട്ടി. ഇവ പഴയതുപോലെ ലാഭമില്ല. അവൻ പള്ളിയിൽ ഉസ്താദിനടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദെ, അസീം ബാക്കവിയോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് അലി മന്നാലിയോട് ചോദിക്കുന്നു, എന്താണൊരു വഴി? അപ്പൊ അദ്ദേഹം പറയുന്നു, ദാരിദ്ര്യം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ, രാത്രി സൂറത്തിൽ വാക്കിയ ഓതല, വേറെ ഒരു നിവൃത്തിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നു മുതൽ വാക്കിയ ഓതുക. അവന് വാക്കിയ ഓതാൻ തുടങ്ങി. എന്തേ അല്ലാഹു അവന് ആ പരീക്ഷണം കൊടുത്തത്? സൂറത്തുൽ വാക്കിയ ഓതി അവൻ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്ത് നന്മകൾ സ്വായത്തമാക്കാൻ വേണ്ടി. അല്ലാഹുവിന്റെ ഹിക്മത്താണത്, അല്ലാഹുവിന്റെ ഹിക്മത്താണ്. അപ്പൊ എന്തു വേണം? നല്ല ലാഭം കിട്ടുന്നവരൊക്കെ എന്തു വേണം? അല്ലാഹു പരീക്ഷണം തരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും മുടക്കാതിരിക്കുക, ബാധ്യതകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ വിഭാഗം, അതും കൂടെയാണ് നമുക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ വിഭാഗം ഖുർആൻ പരിചയപ്പെടുത്തിയ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? ആ വിഭാഗം അല്ലാഹു പറയുകയാണ്, ഫഅബ്ദൂ മാ ശിഅ്തും മിൻ ദൂനി ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമah അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ സുമറിൽ അല്ലാഹു പറയുകയാ, ഈ മൂന്ന് കൂട്ടം ആളുകൾ മാത്രമേ സ്പഷ്ടമായ നഷ്ടവാളികളുള്ളൂ, അവര് മാത്രമേ വ്യക്തമായ നഷ്ടം ബാധിച്ചവരുള്ളൂ. അല്ലാഹു പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഫഅബ്ദൂ മാ ശിഅ്തും മിൻ ദൂനിഹി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരെയാണോ നിങ്ങൾക്ക് ആരാധിക്കാം. അല്ലാഹുവിന് ഒരു നിർബന്ധവുമില്ല അവനെ തന്നെ ആരാധിക്കണമെന്ന്. ആരെ വേണോ നിങ്ങൾക്ക് ആരാധിക്കാം. ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമah
നബിയെ പറഞ്ഞു കൊടുക്കുക. ഇന്നൽ ഖാസിരി, ആരാണ് നഷ്ടവാളികളെന്നറിയോ? അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലിഹിം യൗമൽ ഖിയാമ, തന്നെയും തന്റെ കുടുംബത്തെയും ആഖിറത്തിൽ നഷ്ടപ്പെടുത്തിയവരാരാ? അവരാരെന്നറിയോ? അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അവരാണ് സ്പഷ്ടമായ നഷ്ടം ബാധിച്ചവരിൽ മൂന്നാമത്തെ കൂട്ടര്. ഇത് സൂറത്തു സുമർ പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണോ സുജൂദ് ചെയ്യാ, ആർക്ക് വേണോ സമയം ചെലവഴിക്കാ, മക്കൾക്ക് വേണ്ടി ഭാര്യക്ക് വേണ്ടി ഇട്ടക്ക് നമ്മൾ സമയം ചെലവഴിക്കുന്നവരാ. ഏകനായ റബ്ബിന് വേണ്ടി എത്ര സമയം നീ മാറ്റിവെച്ചോ? ഇതുവരെ നിനക്ക് മാറ്റിവെക്കാൻ സമയമുണ്ടോ? അല്ലാഹു പറയുകയാണ്, നീ മാത്രം നന്നായാ പോരല്ലോ, ഒരു വീട്ടിലും നീ മാത്രം നന്നായാ പോരാ, നിനക്ക് മാത്രം രക്ഷപ്പെട്ടാ മതിയോ? അല്ല, അല്ലാഹു പറയുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീയും രക്ഷപ്പെടണം, നിന്റെ കുടുംബവും രക്ഷപ്പെടണം. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. കുടുംബനാഥ, ഭർത്താവേ, അല്ലാഹു നിന്നോട് ചോദിക്കും നാളെ ആഖിറത്തിൽ വെച്ച്, നിന്റെ ഭാര്യയുടെ ദുഷ്പ്രവർത്തനങ്ങളെ നിന്നോടാണ് ചോദിക്കുക, നിന്നോടാണ് ചോദിക്കുക. നിന്റെ പൊന്നുമക്കളുടെ എല്ലാ കുറ്റങ്ങളും നീയാണ് കണക്ക് പറയേണ്ടത്. ഇപ്പൊ ചിന്തിക്കും സഹോദരിമാര്, അവരവരുടെ പാടായി നമുക്കതറിയണ്ടല്ലോ. ആര് പറഞ്ഞു പെങ്ങളെ? ആര് പറഞ്ഞു? നമ്മൾ കണക്ക് പറയണം പടച്ചവന്റെ മുമ്പിൽ. കാരണം എന്തെന്നറിയോ? സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കള് വന്നിട്ട് പറയും, റബ്ബനാ വആതിഹിൽ ഇഫൈനി മിനൽ അദാബ്, അല്ലാഹുവേ ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി മാതാപിതാക്കൾക്ക് കൊടുക്കണേ അല്ലാ. അവരാണ് ഞങ്ങളെ നന്നാക്കാത്തത്, അവരാണ് നമ്മളെ നശിപ്പിച്ചത്, അവരാണ് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അടിവരയിട്ടോ. നമ്മളെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ കണക്കും നമ്മൾ പടച്ചവന്റെ അടുത്ത് പറയേണ്ടി വരും, ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷ രാത്രികൾ എത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തെ കൂടി വിളിച്ചുണർത്തുമായിരുന്നു. എന്തിനാ? ഞാൻ രക്ഷപ്പെട്ടാ പോരാ, നീയും രക്ഷപ്പെടണം. ആയിഷ ബീവിയെ കൈപിടിച്ചിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ ഹബീബിന് അറിയില്ലേ? സ്വർഗം പോലെ സൃഷ്ടിക്കപ്പെടാ കാരണഭൂതരേ നബി മുഹമ്മദ് മുസ്തഫ തന്റെ ജീവന്റെ ജീവനായ, തന്റെ ജീവിതത്തിന്റെ പകുതിയായ ആയിഷ ബീവിയുടെ കൈപിടിച്ചിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ മുത്തു റസൂലിന് അറിയാത്തത് കൊണ്ടാണോ? പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ ഇത്തഖിന്നാറ വലൗ ബിശിഖ്ഖി തംറാ, ഒരു കാരയ്ക്ക് കൊടുത്തിട്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിച്ചോളണേ ആയിഷ. ഞാൻ നിന്റെ കെട്ടിയോനാണ്, ഞാൻ നിന്റെ ഭർത്താവാണ്, എന്റെ ഭാര്യയാണ് പൊന്നുമോളെ ആയിഷ നീ. പക്ഷേ നിനക്ക് രക്ഷപ്പെടണ്ടേ, നിനക്ക് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് നീ നരകത്തെ സൂക്ഷിക്കണേ ആയിഷ. വലൗ ബിശിഖ്ഖി തംറാ, കൊടുക്കാൻ ഒന്നുമില്ലല്ലോ നബിയെ, നിങ്ങൾക്കറിയാത്തത് എന്തായി വീട്ടിലുള്ളത്? ആയിഷ കൂടുതലൊന്നും വേണ്ട, ഒരു കാരക്കയുണ്ടോ? ഇല്ല റസൂലേ, അതുമില്ല. ഒരു കാരക്കയുടെ ഒരു കീറുണ്ടോ ആയിഷ? ഒരു കാരക്കയുടെ കീറുണ്ടെങ്കിൽ നീ നരകത്തെ സൂക്ഷിച്ചോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് രക്ഷപ്പെട്ടാൽ മാത്രം പോരാ, നമ്മുടെ കുടുംബത്തെ കൂടി നമുക്ക് രക്ഷപ്പെടുത്തണം. നമ്മുടെ കുടുംബത്തെ കൂടി നമുക്ക് രക്ഷപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ നഷ്ടപ്പെട്ടു പോയാൽ എന്തും തിരിച്ചു പിടിക്കാം. പക്ഷേ ആഖിറത്തിന്റെ നഷ്ടം അതൊരിക്കലും നമുക്ക് ലാഭമില്ല
ഇല്ലെങ്കിൽ, നമ്മൾ വിജയിച്ചില്ലെങ്കിൽ, ആ നഷ്ടപ്പെട്ടതിൽ നിന്ന് തിരിച്ചറിവ് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നേടിയില്ലെങ്കിൽ നമുക്കൊരിക്കലും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ അടിവരയിട്ട് പറഞ്ഞ 3 നഷ്ടവാളികളിൽ ഒന്ന് ശൈത്താന്റെ പാത പിൻപറ്റുന്നവരാ. എന്താ അതിനുള്ള മാർഗം? അള്ളാഹുവിനോട് കാവൽ തേടുക. ഏത് സമയത്തും അള്ളാഹുവിനോട് കാവൽ തേടുക. രണ്ടാമത്തേത്, അള്ളാഹുവിനെ അരികിലിരുന്നു കൊണ്ട് ഇബാദത്ത് എടുക്കുന്നവർ. ആ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവേ, ഏത് സമയത്തും എന്ത് വിപത്ത് വന്നാലും അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറാഇ, എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും അൽഹംദുലില്ലാഹ്, നിനക്ക് തന്നെയാണ് സർവസ്തുതി. മൂന്നാമത്തേത്, വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ അള്ളാഹുവിനെ അല്ലാതെ നിനക്ക് ആരെ വേണോ ആരാധിക്കാം, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും ഏത് വിഷയങ്ങളും ആരെ വേണോ ഏൽപ്പിക്കാം. പക്ഷേ പൊന്നുമോനെ, അതിലൂടെ നിനക്ക് വരുന്നത് നിന്റെ കുടുംബത്തെ കൂടി നഷ്ടപ്പെടുത്തുകയാ ആഖിറത്തില്. അതുകൊണ്ട് ജീവിതത്തിൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് നാം നന്നായാലും മാത്രം പോരാ, നമ്മുടെ കുടുംബത്തെ കൂടി നന്നാക്കാനുള്ള ഒരു നല്ല പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. സർവ്വാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.